എന്തിനും ഏതിനും സജ്ജമായി ഇറാന്റെ യുദ്ധക്കപ്പൽ നങ്കൂരമിടുമ്പോൾ ട്രംപിന്റെ ഉദ്ദേശം മറ്റു പലതുമാണ് എന്ന് പല കുറി തന്നെ ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞതാണ്. ഇറാനെ ആക്രമിക്കുമെന്ന് പറയുമ്പോഴും അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി അവരുടെ ശക്തി കൂടുതൽ ക്ഷയിപ്പിക്കുക എന്നത് മാത്രമാണ് ട്രംപ് അവിടെ ഉദ്ദേശമായി ആദ്യം മുതലേ വെച്ചത്. അതുവഴി ഇറാനെ പിടിച്ചെടുത്ത് ആണവായുധം തനിക്ക് സ്വന്തമാക്കാമെന്ന മറ്റൊരു വ്യാമോഹം അല്ലെങ്കിൽ അത്തരമൊരു ലക്ഷ്യം ട്രംപിനുള്ളതായി തന്നെ ഇപ്പോൾ കരുതുന്ന ചില റിപ്പോർട്ടുകൾ അതാണ് നിരീക്ഷകർ പങ്കുവയ്ക്കുന്നത്. ഇറാനെ വരുതിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ആദ്യം മുതൽക്കേ തന്നെ ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്നും ഇറാനെ ഒന്ന് തൊടാൻ പോലും ട്രംപിന് കഴിയാത്ത വിധം ട്രംപ് അവിടെ വലിയ രീതിയിൽ കുടുങ്ങുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. എന്നാൽ ഇതെല്ലാം എത്ര കണ്ട് പ്രാവർത്തികമാകുമെന്ന ചോദ്യങ്ങളും പല രീതിയിലും പല അവസരങ്ങളിലും ഉയർന്നിരുന്നു. US ഇറാനെ ആക്രമിച്ച് ഏറ്റവും കൂടുതൽ ആഘാതം ഗൾഫ് രാജ്യങ്ങൾക്ക് വരുത്താനും സാധിക്കുന്ന ഒന്നായി തന്നെ ആ ഒരു യുദ്ധത്തെ കണക്കാക്കാൻ സാധിക്കുമായിരുന്നു. അതായത് ഇറാനെ ഇപ്പോൾ ട്രംപ് ആക്രമിച്ചാൽ പോലും അത് ഏറ്റവും കൂടുതൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെയാണ്. ആയതിനാൽ തന്നെയാണ് ഇറാനുമായി തന്നെ ചർച്ച നടത്താൻ ഒമാൻ അവിടെ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് തന്നെ ചർച്ചകൾ നടത്തിയത്.